ശ്രീനിധി പ്രദീപ് കൂടി നമുക്കൊപ്പം ചേർന്ന് കോട്ടയം. ശ്രീനിധി, അവിടെ നിന്നുള്ള വിവരം എന്താണ്? ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുത്ത് നമ്മുടെ സൗജന്യ KSRTC ബസ്സിലേക്കാണ്. ആ ബസ്സിലെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം അവർ ആദ്യമായിട്ടാണ്, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ സ്ത്രീകളും ഇത്തരത്തിലൊരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നത്. കാരണം ഞങ്ങൾ പോകുന്ന യാത്ര ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ സൗജന്യമായി സർക്കാരിന്റെ ഒരു പദ്ധതി വരുന്നു. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം ഇപ്പോൾ KSയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ കൂടി ചേരുന്നുണ്ട്. നമുക്കറിയാം നിരവധി പ്രതിസന്ധികളുണ്ട് KSRTCക്ക്. നേരത്തെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ മന്ത്രി റോജി എം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിരവധി പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ സർക്കാർ തരണം ചെയ്തുകൊണ്ട് ഈ ഒരു വലിയ പദ്ധതി ഏറ്റെടുക്കും, മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയുന്നത്. അതെ അതെ, കാരണം അധികാരത്തിലെത്തി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഇത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി ധാരണയും ആഴത്തിൽ പഠനവുമുള്ള ഒരു സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതില് നിങ്ങൾ കണ്ടല്ലോ രാവിലെ എത്രമാത്രം ആഘോഷത്തിലാണെന്നുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും ഇതിന് വലിയൊരു ആശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.